ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തിയതിനു ശേഷം കർത്താവ് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം ഉപാധികളില്ലാതെ എന്നെ അനുഗമിക്കുക എന്നതായിരുന്നു. രണ്ടാമത്തെ ഉപദേശം മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താതെ എന്നെ പിന്തുടരണം എന്നാണ്. ഫോളോ മീ വിതൗട്ട് കമ്പാരിസൺ. യോഹന്നാൻ 21:21 യോഹന്നാനെ കണ്ടിട്ട് പത്രോസ്, കർത്താവേ, ഇവനെന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്താണ്? നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യോഹന്നാന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാൻ പത്രോസിന് വളരെ താല്പര്യമുണ്ടായിരുന്നു. എനിക്ക് ദുരിതം വരുന്നുവെങ്കിൽ ഓക്കെ, പക്ഷേ ഈ പ്രിയ ശിഷ്യനായ യോഹന്നാൻ എന്തായിരിക്കും സംഭവിക്കുക? കർത്താവ് പറഞ്ഞു, അത് നിന്റെ പ്രശ്നമല്ല. മൈൻഡ് യുവർ ബിസിനസ്. ജീവിത ദുരന്തങ്ങളിൽ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നത് ഒരിക്കലും നല്ല വിശ്വാസ സമീപനമല്ല. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ കർത്താവിനെ മുൻവിധികളും താരതമ്യപ്പെടുത്തലുമില്ലാതെ അനുഗമിക്കേണ്ടവരാണ് നമ്മൾ. കഷ്ടനഷ്ട ശോധനകളുടെ സമയത്ത് മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന മനോഭാവം ബൈബിളിൽ പലയിടത്തും കാണാൻ കഴിയും. 73-ാം സങ്കീർത്തനം. ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി. അവർക്ക് തീവ്രവേദനകളില്ല, അവരുടെ ശരീരം തടിച്ച് കൊഴുത്തിരിക്കുന്നു. അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല, മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല. ഇയ്യോബ് 21 ദുഷ്ടന്മാർ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ വാർദ്ധക്യം പ്രാപിക്കുകയും ശക്തരാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സന്തതി പരമ്പരകൾ അഭിവൃദ്ധിപ്പെടുന്നത് കാണാൻ അവർ ജീവിച്ചിരിക്കുകയാണ്. അവരുടെ ഭവനങ്ങൾ ഭയമറിയാതെ സുരക്ഷിതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ശിക്ഷാദണ്ണ് അവരുടെ മേൽ പതിച്ചിട്ടില്ലല്ലോ. 94-ാം സങ്കീർത്തനം. കർത്താവേ, ദുഷ്ടന്മാർ എത്ര നാൾ ഉയർന്നു നിൽക്കും? എത്ര നാൾ അഹങ്കരിക്കും? അവർ ഗർവിഷ്ഠമായ വാക്കുകൾ ചൊരിയുന്നു. ദുഷ്കർമ്മികൾ വമ്പ് പറയുന്നു. കർത്താവേ, അവർ അങ്ങയുടെ ജനത്തെ ഞെരിക്കുന്നു, അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. നമ്മളും ഈ താരതമ്യം നടത്താറുണ്ടോ? അനേകം ക്രിസ്ത്യാനികൾക്കില്ലാത്ത ദുരന്തം എനിക്കും എൻ്റെ കുടുംബത്തിനും മക്കൾക്കും ജീവിത പങ്കാളിക്കുമൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് എന്നോർത്ത് നമ്മൾ നിരാശപ്പെടാറുണ്ടോ? അധാർമിക ജീവിതം നയിക്കുന്നവർക്ക് ശിക്ഷ വരാത്തതുകൊണ്ട് ദൈവമൊന്നുമില്ല, ദൈവം നിഷ്ക്രിയനാണ് എന്നൊക്കെ ചിന്തിച്ച് വിശ്വാസത്തിൽ ഇടറിപ്പോകാറുണ്ടോ? എന്തുകൊണ്ടാണ് ദുഷ്ടൻ പന പോലെ തഴയ്ക്കുന്നത്? അവൻ്റെ മേൽ നാശം വരാത്തത് എന്താണ്? ഇതുപോലുള്ള ചോദ്യം നമ്മെ അസ്വസ്ഥരാക്കാറുണ്ടോ?
ദൈവത്തിൻ്റെ മറുപടി 37-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ്: ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ നിനക്ക് സുരക്ഷിതനായി ജീവിക്കാം. അതെ, ദൈവം വീണ്ടും ചോദിക്കുകയാണ്, മറ്റുള്ളവരെ വിധിക്കാൻ നിനക്ക് എന്താണ് അവകാശം? മറ്റുള്ളവർ വീഴുകയാണോ നിൽക്കുകയാണോ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അതിൽ നിനക്കെന്താണ് കാര്യം? താരതമ്യപ്പെടുത്തൽ ചിലപ്പോൾ അഹങ്കാരത്തിലേക്ക് നയിക്കാം, മറ്റു ചിലപ്പോൾ അസൂയയ്ക്കും കാരണമാകും. അതുകൊണ്ട് കർത്താവ് പറയുന്നു, മൈൻഡ് യുവർ ബിസിനസ്, ഫോളോ മീ വിതൗട്ട് കമ്പാരിസൺ. മറ്റുള്ളവരുടെ ജയവും തോൽവിയും ദൈവനിഷേധവും ദോഷകരമായ മാതൃകയും നമ്മുടെ ക്രിസ്തീയ മോക്ഷയാത്രയെ വഴിതെറ്റിക്കുന്ന സ്വാധീനങ്ങളാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം, വളരെ വളരെ സൂക്ഷിക്കണം. വഴിയും സത്യവുമായ ക്രിസ്തുവിൻ്റെ വചനത്തിൽ മനസ്സുറപ്പിച്ച് ക്രിസ്തുവിനെ പിന്തുടരുന്ന ജീവിതം ശുഭകരമായിരിക്കും. ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ചുവടുവയ്ക്കുന്നവരെ നിത്യതയിലെത്തും വരെ സ്നേഹ ഇടയനായ ക്രിസ്തു വഴിയൊരുക്കി വഴിതെറ്റാതെ വഴി നടത്തും. ശിഷ്യത്വത്തിൻ്റെ 2 നിയമങ്ങളാണ് ക്രിസ്തു പത്രോസിന് വിവേചിച്ചു കൊടുത്തത്. ഫോളോ മീ അൺകണ്ടീഷണലി, ഫോളോ മീ വിതൗട്ട് കമ്പാരിസൺ. ഇത് നമുക്കുമുള്ള മാർഗനിർദ്ദേശമാണ്. ശിഷ്യത്വത്തിൻ്റെ പാതയിലൂടെ വഴിതെറ്റാതെ നടക്കാൻ കർത്താവിൻ്റെ ഈ 2 നിയമങ്ങളും നമുക്ക് മാർഗദർശനമാകട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.